പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈശോ രക്ഷാകരകർമ്മം പൂർത്തിയാക്കിയത് അവിടുത്തെ കാൽവരിയിലെ കുരിശുമരണം വഴിയാണ്. ശിഷ്യന്മാരെ അതിനെ തയ്യാറാക്കുന്നു. അതുകൊണ്ടാണ് കുരിശുമരണത്തെ പറ്റി അവരോട് മുൻകൂട്ടി പറഞ്ഞത്. ഒന്നാമത്തെ പ്രവചനം, ഇന്നത്തെ വചനത്തില് പീഡാനുഭവസ്ഥാനത്തെ പറ്റിയുള്ള ഒന്നാമത്തെ പ്രവചനം യേശു പറയുകയാണ്. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് വളരെയേറെ പ്രതീക്ഷയോടുകൂടി യേശു രാജ്യം സ്ഥാപിക്കും, അവിടെ പ്രധാന സ്ഥാനങ്ങളൊക്കെ വഹിച്ചുകൊണ്ട് തങ്ങൾക്കും യേശുവിന്റെ കൂടെ ഉണ്ടാകാമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ആ ശിഷ്യന്മാർക്ക് പെട്ടെന്നത് താങ്ങാനും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരോട് മുൻകൂട്ടി പറയുകയാണ്, അവരെ ഒരുക്കുകയാണ്. ഈ സഹനത്തെ പറ്റി നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്ന കർത്താവിന്റെ ശിക്ഷണമാണ്, ഒരുക്കലാണ്. മനുഷ്യനെല്ലാം സുഖവും സൗകര്യങ്ങളും ഉള്ളപ്പോൾ ഒരുങ്ങാനായിട്ട് നേരമില്ല, എനിക്കൊരു കുറവുമില്ല, എനിക്ക് ശക്തിയുണ്ട്, എനിക്ക് ആരുടെ ആവശ്യമില്ല. അപ്പോൾ ആരോഗ്യം, സമ്പത്ത്, പണം, ജീവിത സൗകര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ദൈവത്തെ മറക്കാനിടയുണ്ട്. കാരണം എനിക്കൊന്നിനും ആവശ്യമില്ല. ഈ ആധുനിക കാലഘട്ടത്തിൽ കുറേയൊക്കെ അത് സംഭവിക്കുന്നുണ്ട്. കാരണം മനുഷ്യന് ജീവിത സൗകര്യങ്ങൾ പല വികസിത രാജ്യങ്ങളിലുമുണ്ട്. ആവശ്യത്തിന് പണമുണ്ട്, വസ്ത്രമുണ്ട്, ജീവിത സൗകര്യങ്ങളുണ്ട്, വാഹനങ്ങളുണ്ട്, താമസിക്കാനായിട്ട് നല്ല ഭവനങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ആരെയും ആവശ്യമില്ല. അപ്പോൾ ദൈവത്തിന്റെ സഹായം പോലും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ. ഇങ്ങനെ ഒരു തത്വശാസ്ത്രമുണ്ട്. മനുഷ്യന്റെ മഹത്വത്തെ ശക്തിയായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു തത്വശാസ്ത്രമുണ്ട്. അപ്പൊ മനുഷ്യന് അവൻ ശക്തിവാനാണെന്ന് പറയുന്നവര്. അപ്പൊ മനുഷ്യൻ ശക്തിവാനാണെങ്കിൽ ദൈവത്തിന്റെ ആവശ്യം എന്താണെന്നാണ് ആ തത്വചിന്ത ചോദിക്കുന്നത് തന്നെ. അപ്പോൾ അത് തത്വചിന്ത അല്ലെങ്കിലും മനുഷ്യൻ പ്രായോഗിക തലത്തില് അങ്ങനെ ചിന്തിക്കാനിടയുണ്ട്, പ്രവർത്തിക്കാനിടയുണ്ട്. ആരോഗ്യവും സൗകര്യവും ഒക്കെയുള്ള കാലഘട്ടങ്ങളിൽ ചിന്തിക്കാറുണ്ട്, എനിക്കെല്ലാം ഉണ്ട്, എനിക്ക് ആരുടെ ആവശ്യമില്ല എന്നുള്ള ചിന്ത ജീവിതത്തിലേക്ക് കടന്നു വരാം. നിയമാവർത്തന പുസ്തകം പറയണം, അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും മന്ന കൊണ്ട് നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു. അപ്പോൾ ഇസ്രായേൽ ജനത വാഗ്ദാന നാട്ടിലേക്കുള്ള യാത്രയിൽ ഭക്ഷണമില്ലാതെ വരഞ്ഞു. അപ്പോൾ മോശ ജനതയ്ക്ക് വേണ്ടി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അവർക്ക് ആകാശത്ത് നിന്ന് മന്ന വർഷിച്ചു, നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു. മന്ന കൊണ്ട് നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു. അതാണ് വചനത്തിൽ പറയുന്നത്. അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ കാരണം. ഈ അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്. നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നതാണ്, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, ദൈവത്തിന്റെ നാവിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മന്ന വർഷിച്ച് നൽകിയത് എന്നാണ് നിയമാവർത്തന പുസ്തകത്തിന്റെ ഗ്രന്ഥകാരൻ പറയുന്നത്. പത്രോസിന്റെ ലേഖനത്തില് 4-ാം അധ്യായം 12-19 വചനങ്ങളില് സഹനത്തെ പറ്റി പറയുന്നത്. സഹനം മിശിഹായോടുള്ള ഐക്യമാണ്. നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാലെന്നവരെ പരിഭ്രമിക്കരുതെന്നാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് സഹനവും രോഗവും കഷ്ടപ്പാടും എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഉണ്ടാകും. അതുപോലെ ഇഷ്ടപ്പെട്ടവരുടെ മരണം വഴിയായിട്ടുള്ള വേർപിരിയല്, സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങള്, മക്കളെ ഉചിതമായ രീതിയിൽ മാതാപിതാക്കളെ അന്വേഷിക്കുകയോ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന സാഹചര്യങ്ങള്, മാതാപിതാക്കളുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് മക്കള് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്, മക്കളുടെ കുടുംബജീവിതം തകരുന്നത്, തകരാനായിട്ട് മാതാപിതാക്കൾ കൂട്ടുനിൽക്കുന്നത്, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, പ്രതിസന്ധികളുണ്ട്.
കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ചെറുക്കനോ വേണ്ടത്ര സാമ്പത്തികവും സംരക്ഷണവും ലഭിക്കുന്നില്ലെങ്കിൽ എനിക്ക് ഇവനെ വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരിക. ഞാൻ പിള്ളേരെയൊക്കെ വളർത്തി ജീവിച്ചു കൊള്ളാൻ എനിക്ക് വേണ്ടി ആവശ്യമില്ല, ഇവനെ അന്വേഷിക്കുന്നില്ല, ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, ഇവനെ കൊണ്ട് കാര്യസാധ്യതയില്ല, പണം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ട് എവിടെയോ വായിച്ചു നോക്കുന്നു, ഒരു സ്ത്രീയുടെ സ്വഭാവം പറയുന്നത് ഭർത്താവ് പണമില്ലാതെ വരുമ്പോഴാണ്. സ്ത്രീക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഭർത്താവിന് ജോലി നഷ്ടപ്പെടുകയോ പണത്തിന് ദാരിദ്ര്യം വരികയോ പഴയതുപോലെ ആഡംബരമായിട്ട് ജീവിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളും പരിതോവസ്ഥകളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യുമ്പോഴാണെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഭർത്താവിന്റെ സ്വഭാവം അറിയുന്നത് ഭാര്യയ്ക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള രോഗങ്ങൾ വരുമ്പോഴാണ്. ഭാര്യയുടെ സൗന്ദര്യം ക്ഷയിക്കുമ്പോൾ, വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ, ഗുരുതരമായ രോഗങ്ങൾ വരുമ്പോൾ, ഒരു മനുഷ്യനൊരു അപ്പന് എൻ്റെ അടുത്ത് വന്നു. അയാളുടെ മകളെ എൻ്റെ ഇടവയിലായിരുന്നു. മകൾക്ക് ബ്രെയിൻ ട്യൂമറാണ്. ബ്രെയിൻ ട്യൂമർ വന്ന മകളെ ഭർത്താവ് ഉചിതമായ രീതിയിൽ അന്വേഷിക്കുകയോ സംരക്ഷിക്കുകയോ ചികിത്സിക്കുകയോ ചെയ്യുന്നില്ല. മക്കളെയൊക്കെ നോക്കുന്നുണ്ട്, 2 മക്കളുണ്ട്, അവരെയൊക്കെ ഉചിതമായ രീതിയിൽ നോക്കുന്നുണ്ട്. പക്ഷേ ഈ രോഗാവസ്ഥയിൽ കിടക്കുന്ന ക്യാൻസർ വന്ന് ബ്രെയിൻ ട്യൂമർ വന്ന് ഉപയോഗമില്ലാത്ത ഈ ഭാര്യയെ നോക്കാനായിട്ട് അയാൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് അപ്പനോട് പറയുകയാണ്, എനിക്ക് എൻ്റെ മകളാണ്, എനിക്ക് അവളെ ഉപേക്ഷിക്കാനായിട്ട് പറ്റുകയില്ല. ഞാൻ അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് ഈ മകളെ കൊണ്ടുപോയിട്ട് ഞാൻ സംരക്ഷിക്കാൻ പോവുക. ഞാൻ പറഞ്ഞു, അത് നല്ലതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഭാര്യയ്ക്ക് രോഗം വരുമ്പോഴാണ്, എന്തെങ്കിലും പകർച്ചകൾ വരുമ്പോഴാണ് ഭർത്താവിൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നത്. വേറൊരു സ്ഥലത്ത് ഇതിന് നേരെ എതിരായിട്ടുള്ള അനുഭവം. ഒരു അമ്മ നല്ല സ്വഭാവമുള്ള ആളാണ്, സേവന സന്നദ്ധയാണ്, മാതൃകയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. മകന്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്തു. ഒരു കുഴി വന്നപ്പോഴത്തേക്കും വിളിച്ചടിച്ചു. ഒരു പഴയ കാറുള്ള വീടാണ്. എന്തുകൊണ്ടാണ് ഈ മകൻ ഈ അമ്മയെ ഈ ബൈക്കിന്റെ പുറകിൽ ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും കുഴി ചിലപ്പോൾ അവളെ തെളിച്ചു പോയി. പിന്നെ അവൾക്ക് ബോധത്തിൽ കിട്ടുന്നു. പിടിയാരം മെഡിക്കൽ കോളേജിൽ ഒരേറെ മാസങ്ങളോളം ചികിത്സ നടത്തി, അതൊക്കെ രക്ഷപ്പെട്ടില്ല. ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് വീട്ടിലൊന്നും ആവശ്യിച്ചത് കാര്യമില്ല. പക്ഷെ ഇനിയെ ആശ്ചര്യപ്പെടുത്തിയത് ആ ഭർത്താവ് വളരെ മനോഹരമായിട്ട് ആ ഭാര്യ അന്വേഷിച്ചു എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. ഏറ്റുനടക്കാൻ പാടില്ലാത്ത, കഴിവില്ലാത്ത, കിടപ്പിലായ, സംസാരശേഷി നഷ്ടപ്പെട്ട, അബോധാവസ്ഥയിൽ 2-3 വർഷങ്ങൾ ജീവിച്ച് മരിച്ച ആ സ്ത്രീയെ പ്രിയപ്പെട്ട ഭർത്താവ്, 2 മക്കളൊക്കെയുണ്ട്, വേറെ ആരെയും ഏൽപ്പിക്കാതെ ഹോം നേഴ്സിനൊക്കെ വെക്കാതെ അയാൾ വളരെ മനോഹരമായിട്ട് സംരക്ഷിച്ചു. അതാണ് ദാമ്പത്യ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കെന്ത് കിട്ടിയെന്നുള്ളതല്ല, എനിക്കെന്ത് കിട്ടുമെന്നുള്ളതല്ല. ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിലും വല്ലായ്മകളിലും പ്രതികൂല സാഹചര്യങ്ങളിലും ഒക്കെ പരസ്പരം സ്നേഹിക്കാനും ആദരിക്കാനും കഴിയുക എന്നുള്ളതാണ് മനോഹരമായ സ്നേഹം എന്ന് പറയുന്നത്. പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ പറയും, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷയുണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചതുപോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അപ്പോൾ വിശുദ്ധരായിട്ടുള്ള മനുഷ്യര് ചിന്തിച്ചിരുന്നത് യേശുവിന്റെ പീഡകളില് പങ്കുപറ്റുകയാണ്, അതുകൊണ്ട് സഹനത്തെ രക്ഷാകരമായിട്ട് മാറ്റിക്കൊണ്ടത് സ്വീകരിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ മനുഷ്യർ ചിന്തിക്കും, എനിക്ക് എന്തുകൊണ്ട് ഈ രോഗം വന്നു, അടുത്തുള്ള അയൽക്കാർക്കാർക്ക് രോഗം വന്നില്ല, എനിക്ക് എന്തുകൊണ്ട് ഈ രോഗം വന്നു എന്ന് ചിന്തിക്കുന്നവരും പിറുപിറുക്കുന്നവരും ഒക്കെ ഉണ്ട്. നിങ്ങളിൽ ആരും തന്നെ കൊലപാതകയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡ സഹിക്കാനിടയാകരുത്. നിങ്ങളിൽ ആരും തന്നെ കൊലപാതകയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡ സഹിക്കാനായിട്ടിടയാകരുത്. ഇപ്പൊ തിന്മ ചെയ്തുകൊണ്ട് ശിക്ഷ അനുഭവിക്കാനായിട്ട് അവസരം ഉണ്ടാക്കരുതെന്ന് ഇവിടെ പറയുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും പത്രവാർത്ത ഉണ്ട്. പത്രം വായിക്കുന്നവരൊന്നുമില്ല, കാര്യമൊന്നും വായിക്കാൻ. ഇപ്പൊ രാവിലെ ഒരു അമ്മായിമ്മ, അപ്പം മകൻ
ചായ കൊടുത്തു. ഈ അമ്മായിമ്മയ്ക്ക് രാവിലെ ചായ കിട്ടിയില്ല. അവള് ഈ അമ്മായിമ്മ പ്രായം കുറച്ച് പ്രായമൊക്കെ കാണുമല്ലോ അമ്മായിമ്മയാണ്. ഏതായാലും ആ മരുമകളെ വെട്ടിക്കൊന്നെന്നുള്ളതാണ്. ജയിലിലേക്ക് പോകുന്നൊക്കെ പത്രത്തിലൊക്കെ ഇതിന്റെ ഫോട്ടോയൊക്കെ പത്രത്തിലോ മാധ്യമങ്ങളിലുണ്ട്. ഇനി വേറെ തന്നെ കാരണം അവർ തമ്മിൽ അത്ര അകൽച്ചാണോ അല്ലെങ്കിൽ ഒരു ചായ കിട്ടിയില്ലെന്നും പറഞ്ഞിങ്ങനെ വെട്ടിക്കൊല്ലുന്നു. ചിലപ്പോൾ അവര് നിരന്തരമായിട്ട് നിന്ന ആ ഹൃദയൈക്യത്തിന്റെയും കൂട്ടായ്മയുടെയും കുറവായിരിക്കും. അപ്പോൾ അധികം കാരണമൊന്നും വേണ്ട. ചായ കിട്ടിയില്ലെങ്കിൽ ചില ഭർത്താക്കന്മാർ ക്രൂരമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ചായ കിട്ടാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാതെയൊക്കെ വന്നു കഴിയുമ്പോൾ ഭാര്യമാരെയൊക്കെ ഉപദ്രവിച്ചവരുണ്ട്. അപ്പോൾ യേശു സഹനത്തെ പറ്റി പറഞ്ഞപ്പോൾ പത്രോസിന് അത് അംഗീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. പത്രോസ് എപ്പോഴും എതിര് പറയുന്നയാളാണ്. പത്രോസ് പറഞ്ഞു, സാത്താനെ നീ എന്റെ മുമ്പിൽ നിന്നും പോകൂ. കുരിശുമരണത്തിൽ നിന്നും യേശുവിനെ വ്യതിചലിപ്പിക്കാൻ അങ്ങനെ സംഭവിക്കരുതേ എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ യേശു പറയാണ്, സാത്താനെ നീ എന്റെ മുമ്പിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അപ്പോൾ യേശുവിന്റെ രക്ഷാകര കർമ്മത്തിൽ നിന്നും പിന്നോട്ട് പോകാനായിട്ട് തെറ്റായിട്ടുള്ള പ്രേരണ നൽകുക, അത് ദൈവികമായ കാഴ്ചപ്പാടല്ല. ദൈവികമായ കാഴ്ചപ്പാട് സഹനം വഴിയായിട്ട്, കാൽവരിയിലെ കുരിശ് വഴിയായിട്ട് മനുഷ്യരക്ഷ സാധിക്കുക എന്നുള്ളതാണ് ദൈവികമായ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിനെതിരായിട്ട് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വ്യതിചലിപ്പിക്കാനായിട്ട് നോക്കുന്ന പത്രോസിനോട് യേശു പറയാണ്, ഗോ ബിഹൈൻഡ് മീ സേറ്റൻ. സത്താൻ നിന്റെ മുമ്പിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. മർക്കോസ് 8:34 പറയുന്നത്, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഈ മനുഷ്യ വ്യക്തികൾക്ക് എപ്പോഴും സുഖവും സൗകര്യമായിട്ടിരിക്കുകയില്ല. മനുഷ്യന് ഉയർച്ചയും വളർച്ചയും തളർച്ചയും മരണമൊക്കെ. അപ്പോൾ അത് സഹനത്തിന്റെ കാലഘട്ടം. ചിലർ പെട്ടെന്ന് കുഴഞ്ഞു വീടൊക്കെ മരിച്ചു പോകുന്നുണ്ട്. അവരധികം സഹിക്കേണ്ടി വരുന്നില്ല, പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട്. വേറെ ചിലര് കട്ടിലൊക്കെ കിടന്ന് നല്ല കാലത്തോളമൊക്കെ ജീവിച്ച് മറ്റുള്ള ശുശ്രൂഷയൊക്കെ സ്വീകരിച്ച് അങ്ങനെയൊക്കെയാണ് ജീവിതത്തിന്റെ പരിസമാപ്തി വരുന്നത്. ഇനി എങ്ങനെയാണെങ്കിലും യേശുവിനെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവൻ തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു തരുന്ന സഹനങ്ങളായ കുരിശുകളെ ഏറ്റെടുത്തുകൊണ്ട് സന്തോഷത്തോടുകൂടി വിട പറയാനായിട്ട് കഴിയണം, ജീവിക്കാനായിട്ട് കഴിയണം. അതാണ് യേശു നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ക്രൈസ്തവ ജീവിതത്തിന് മുഖമുദ്ര എന്ന് പറയുന്നത് ത്യാഗമാണ്. ആ ത്യാഗം ഇല്ലെങ്കിൽ ക്രൈസ്തവ ജീവിതം ഇല്ല. ത്യാഗം പോകുന്ന ഒരു സമൂഹത്തിന് നിലനിൽക്കില്ല. കാരണം സ്വന്തം സുഖം, ജീവിത സൗകര്യങ്ങൾ, ആധുനിക ജീവിതത്തില് ഉള്ള ഒരു പുതിയ പേരാണ് കൂടിത്താമസം. എന്ന് വെച്ചാല് പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീകളുടെ കൂടി അങ്ങ് താമസിക്കുന്നു. കുറച്ചുകൂടി താമസിച്ച് കഴിയുമ്പോഴത്തേക്ക് വേണ്ട എന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് തെറ്റിപ്പിരിക്കുന്നു. അതാണ് ഈ കൂടി താമസം പറയുന്നത്. നല്ല വാക്കാണ്. അവർ വേർപിരിയുന്നു, രജിസ്റ്റർ ചെയ്യുക, അങ്ങനെയുള്ള പരിപാടി ചെയ്യുന്നില്ല പല വിദേശ രാജ്യങ്ങളിലും. നമ്മുടെ ഇവിടുന്ന് വിദേശ രാജ്യത്തിലേക്ക് പോകുന്നതും അവരുടെ തെറ്റായ മാതൃകകൾ അങ്ങനെയൊക്കെ കഴിയുന്നവരുണ്ടാകാം. അറിഞ്ഞു പോകണം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇല്ലെന്നൊന്നും എനിക്ക് കാര്യമില്ല. അപ്പോൾ അത് എനിക്ക് സുഖവും സൗകര്യവുമായിരിക്കുമ്പോൾ ഒന്നിച്ച് താമസിക്കുക, അത് കഴിയുമ്പോൾ വേർപിരിക്കുക, വേറെ ഒരാളെ കണ്ടുപിടിക്കുക. അപ്പം അങ്ങനെയുള്ള ജീവിതശൈലികൾ. അപ്പോൾ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ത്യാഗമില്ലാതെ പോകാൻ പറ്റും. നമ്മുടെ മക്കളെയും പഠിപ്പിക്കേണ്ടത് അതാണ്. നമ്മുടെ മക്കൾ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ക്രിസ്ത്യവിശ്വാസികൾ ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഉദ്ബോധിപ്പിക്കണം. അവരെവിടെയെങ്കിലും പഠനത്തിനോ ആവശ്യത്തിനൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ പരിചയപ്പെടുന്ന ആരുടെയെങ്കിലും കല്യാണം കഴിച്ചു പോകാതെ തങ്ങളുടെ ക്രിസ്ത്യവിശ്വാസം നിലനിർത്താൻ വേണ്ട പരിതോവസ്ഥകൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം മാതാപിതാക്കളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വിശ്വാസത്തിൽ, കാരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്രിസ്തീയ വിശ്വാസം, യേശുവിനുള്ള സമർപ്പണം. എന്താ യേശുവിന്റെ സമർപ്പണം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ടോട്ടൽ കമ്മിറ്റ്മെന്റ് ടു ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ യേശു എന്ന ദൈവിക സുതനുള്ള സമ്പൂർണമായ സമർപ്പണമാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്.
അവസാനം വരെ നിലനിൽക്കാനായിട്ട് കഴിയണം. ആ ജീവിതത്തെ നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളോ വ്യക്തികളെയോ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത് നല്ലതല്ല എന്നുള്ള കാര്യം എല്ലാ യുവജനങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, എനിക്ക് ജീവിക്കുക ക്രിസ്തുവും മരിക്കുക ലാഭവുമാണ്. എനിക്ക് ജീവിക്കുക ക്രിസ്തുവും മരിക്കുക ലാഭവുമാണ്. ഞാൻ ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനുള്ളവനത്രേ എന്നാണ് പൗലോസ് ശ്ലീഹ തന്റെ വ്യക്തിപരമായ ജീവിതത്തെ ഊന്നിക്കൊണ്ട് നമ്മോട് പറഞ്ഞു തരുന്നതാണ്. നമ്മളും ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്. നമ്മളും ജീവിക്കുമ്പോൾ യേശുവിന് വേണ്ടി ജീവിക്കുക, ജീവിച്ചാലും മരിച്ചാലും യേശുവിനോട് കൂടി ഒന്നായി ചേരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നയിക്കുക, നമ്മുടെ മക്കളെ വളർത്താം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.